ഹലോ ഗായ്സ്, ഇന്ന് ബീച്ച് കൂടി നടക്കുമ്പോഴാണ് അവിടെ കുറച്ച് ഹിന്ദിക്കാർ കരിങ്കലിൻ്റെ പണിയെടുക്കുന്നത് കണ്ട്. അപ്പോൾ ഭീമൻ പറഞ്ഞു നമുക്ക് അവരുടെ അടുത്ത് പോയി കുറച്ച് ഹിന്ദിയിൽ സംസാരിച്ചായിരുന്നു. അവനാണ് ഈ അടുത്ത കാലത്തെ കുറച്ച് ഹിന്ദിയൊക്കെ പഠിച്ചതിൻ്റെ ഒരു കോൺഫിഡൻസ് ഉണ്ട്. അങ്ങനെ ഞങ്ങൾ നേരെ അവരുടെ അടുത്തേക്ക് പോയി. पूरा उधर फरोख का है ना भाई खाना 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 नहीं क्या 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 सामान पराठा हाँ പണിയെടുക്കുമ്പോൾ പോരാട്ടേ പോകുള്ളൂ. മറ്റേ കാളിപ്പൂ चपाती वो किधर गाँव गाँव किधर उड़ीसा दोनों एवरीडे वर्क पूरा दिन वर्k അത് നഷ്ടമാണ് കുറച്ചില്ലടാ, അറ്റം വരെ റെഡിയാക്കി വരണ്ടേ. ബീച്ചതിനകത്ത് കാറ്റുള്ള ശരിയാ. ചൂടാണേലും നമുക്ക് കാറ്റ് വരുന്നതിനോട് അത്ര സംസാരിച്ചു തുടങ്ങി. അല്പസമയത്തിനുള്ളിൽ തന്നെ ഭീമൻ രണ്ടാൾക്കാരെ നല്ല കമ്പനിയാക്കി. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അവരെ വിശ്രമം കഴിഞ്ഞ് അവർ വീണ്ടും പണി തുടങ്ങി. മേസ്തരി വന്ന് പാറ പൊട്ടിച്ച് തലയിൽ കയറ്റി കൊടുക്കാൻ തുടങ്ങി. സത്യം പറയാലോ, കണ്ടാൽ തന്നെ പേടിയാവും. കാരണം അത്രയും ഭാരമുള്ള കല്ലുകളാണ് ഇവർ തലയിൽ വെച്ച് നടക്കുന്നത്. ഈ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഭീമൻ പറഞ്ഞു നമുക്ക് അവർക്ക് എന്തെങ്കിലും വാങ്ങിക്കൊടുത്താലോ എന്ന്. പക്ഷേ ഞങ്ങളുടെ കയ്യിൽ അതിന് മാത്രമുള്ള ക്യാഷും ഇല്ല. അങ്ങനെ ചിന്തിച്ചപ്പോഴാണ് ഓരോ കുപ്പി വെള്ളം വാങ്ങിക്കൊടുക്കാമെന്ന തീരുമാനത്തിലെത്തി. പത്തിൻ്റെ 2 ബോട്ടിൽ വാങ്ങി കൊടുക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ അവിടെ 20-ൻ്റെത് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ 20-ൻ്റെ ഒരു കുപ്പിയും വാങ്ങി നേരെ അവരുടെ അടുത്തേക്ക് പോയി. അങ്ങനെ ഞങ്ങൾ വെള്ളമൊക്കെ വാങ്ങി തിരിച്ച് അവിടെ എത്തിയപ്പോൾ ബായിമാർ ഭയങ്കര പണിത്തിരക്കിൽ. കുറച്ച് സമയം വെയിറ്റ് ചെയ്തതിന് ശേഷം ഒരു ബായി ഞങ്ങളുടെ അടുത്തേക്ക് വന്നു. അപ്പോൾ ഭീമൻ ആ വെള്ളം അദ്ദേഹത്തിന് കൊടുത്തു. വെള്ളം മാത്രമായതുകൊണ്ട് ഞങ്ങൾ കൊടുക്കുന്നത് ഷൂട്ട് ചെയ്തിട്ടില്ല. ഭീമനും പറഞ്ഞു കാര്യമായിട്ടൊന്നും കൊടുക്കുന്നില്ലല്ലോ, നമുക്ക് ചാനലൊക്കെ ഒന്ന് ഉഷാറായി അത്യാവശ്യം ഫണ്ടൊക്കെ വന്നിട്ട് കാര്യമായിട്ട് എന്തെങ്കിലും വാങ്ങി ഇവർക്കൊക്കെ കൊടുക്കാം, അപ്പോൾ അതൊക്കെ ഷൂട്ട് ചെയ്യാം. ഇപ്പം തൽക്കാലം കൊടുക്കുന്നത് മാത്രം ഷൂട്ട് ചെയ്യേണ്ടെന്ന് അവനും പറഞ്ഞു. അവർ പെട്ടെന്ന് കമ്പനി ആയതുകൊണ്ട് ഭീമനെ കുറച്ച് നേരം കൂടി അവരോട് ഹിന്ദിയിൽ സംസാരിച്ച് അവിടെയൊക്കെ തന്നെ നിൽക്കണം എന്നുണ്ടെങ്കിൽ. പക്ഷേ അവർ ഭയങ്കര പണിത്തിരക്കില്ല, നമ്മൾ വെറുതെ ഡിസ്റ്റർബ് ചെയ്യണ്ടല്ലോ. അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് സമയത്തിന് ശേഷം പതുക്കെ അവിടുന്ന് പോന്നു.